മലയാള രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വിഭവമാണ് നമ്മൾ തയ്യാറാക്കുന്നത് ചക്ക ബിരിയാണി. തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ ഇതിന് കത്തൽ ബിരിയാണി എന്ന് പറയും. കേരളത്തിൽ ധാരാളം ചക്ക ഉണ്ടാവുമെങ്കിലും നമ്മൾ മലയാളികൾ അധികം പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു വിഭവമാണിത്. ഇത് സാധാരണ തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ കല്യാണങ്ങൾക്കാണ് സാധാരണ ഈ ബിരിയാണി കൂടുതലായിട്ടും തയ്യാറാക്കി വരുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം വേണ്ടത് കുങ്കുമപ്പൂവാണ്. ഒരു 1/4 ടീസ്പൂൺ കുങ്കുമപ്പൂ. കുങ്കുമപ്പൂ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരല്പം മഞ്ഞ കളറോ മഞ്ഞൾപ്പൊടിയോ ചേർത്താൽ മതി. കുങ്കുമപ്പൂ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇങ്ങനെ കൈകൊണ്ട് പൊടിച്ചാൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ കൂടി ഒഴിച്ചിട്ട് ഇതിനെ അങ്ങ് മാറ്റി വെക്കാം. നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു മണവും നിറവും കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതില്ലെങ്കിലും ഒട്ടും വിഷമിക്കേണ്ട, മഞ്ഞൾപ്പൊടിയോ മഞ്ഞ ഫുഡ് കളറോ ചേർക്കാം. ഇനി വേണ്ടത് നല്ല ഇനം ബസുമതി അരിയാണ്. 2 കപ്പ് ബസുമതി അരി ഞാനിവിടെ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം 30 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുന്നുണ്ട്. ചക്ക ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഒരു ധാരണയുണ്ടാവും, നമ്മൾ നല്ല മൂത്ത വിളഞ്ഞ ചക്ക വെച്ചിട്ടാണ് ചക്ക ബിരിയാണി തയ്യാറാക്കുന്നത്. അങ്ങനെയല്ല, നമ്മൾ ഇടിച്ചക്ക വെച്ചിട്ടാണ്, ടെൻഡർ ജാക്ക് ഫ്രൂട്ട് വെച്ചിട്ടാണ് നമ്മൾ ചക്ക ബിരിയാണി തയ്യാറാക്കുന്നത്. ആദ്യം ചക്കയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഉപ്പിട്ട വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് നിറം മാറില്ല, നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ ഇനി ചക്കയിലേക്ക് ഒരല്പം നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മാറിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി വേണ്ടത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിക്കാം. അതുപോലെ ചില ചക്ക ചെറിയ ചവർപ്പുള്ള ചക്ക കാണും. അങ്ങനെയുണ്ടെങ്കിൽ തിളച്ച വെള്ളത്തിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം എടുത്ത് ഇങ്ങനെ മാറിനേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് നമുക്ക് കിട്ടുന്ന ചക്ക എങ്ങനെയാണോ അതിനനുസരിച്ച് ചെയ്യാം, അതങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കാം. അതിലേക്ക് നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള ഒരു സവാള കനം കുറച്ചരിഞ്ഞത് ഇതിലിട്ട് വറുത്തെടുക്കാം. നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ വറുത്തെടുക്കാം. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകരുത്. ഈ ഒരു പരുവം വരുമ്പോൾ മുതൽ ശ്രദ്ധിച്ചോണം. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതിനെ കോരി മാറ്റാം. കാരണം ഇരുന്ന് ആ ചൂടിൽ ഒന്നുകൂടി മൂക്കും. അപ്പം സവാള ഇങ്ങ് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സും ചേർത്തിട്ടുണ്ട്, ഒരു 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും ചേർത്തിട്ടുണ്ട്. അതും ആ നെയ്യിൽ തന്നെ ചേർത്തിട്ട് നമുക്കിങ്ങ് വറുത്ത് കോരി മാറ്റാം. കുങ്കുമപ്പൂ ഇല്ലെങ്കിൽ ഒന്നുകൂടി പ്രത്യേകം പറയാണ്, വിഷമിക്കേണ്ട, മഞ്ഞൾപ്പൊടിയോ യെല്ലോ ഫുഡ് കളറോ ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ കാഷ്യൂ നട്ട്സും റൈസിൻസും ഒനിയനും എല്ലാം വറുത്ത് മാറ്റി. ഇനി നമ്മൾ നേരത്തെ മാറിനേറ്റ് ചെയ്ത് വെച്ച ചക്ക പീസ് ഉണ്ടല്ലോ, അത് ഇതിലേക്കിട്ട് വറുത്തെടുക്കാം. നെയ്യ് തികയുന്നില്ല, നെയ്യില്ല എന്നുണ്ടെങ്കിൽ ഒരു അല്പം നെയ്യ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. റിഫൈൻഡ് ഓയിൽ ആയാലും മതി. അപ്പം ചക്ക പീസ് എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചു. ഇനി ഒരു വശം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇതിനെ മറിച്ചിടാം. ചിലർ ഇതിനെ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാറുണ്ട്. അങ്ങനെ എടുത്താലും കുഴപ്പമില്ല. ഞാൻ എണ്ണയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തേ ഉള്ളൂ. അധികം സമയമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് വീതം, 3-5 മിനിറ്റ്, അത് അവരവരുടെ ഇഷ്ടം. 2 വശവും ഒന്ന് മുരിച്ച് ഇങ്ങനെ കോരി മാറ്റാം. ഇനി ഇതേ പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലൂടെ ചേർക്കാം. നെയ്യ് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ടി ഒരു 5 ഏലയ്ക്ക, 5 ഗ്രാമ്പു, ഒരു കറുത്ത ഏലയ്ക്ക വേണം, അത് മറക്കരുത്, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, ഇത്രയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ചെറിയ തക്കോലം ഞാൻ പറയാൻ വിട്ടുപോയി, ഒരു ചെറിയ തക്കോലം കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നീളത്തിലരിഞ്ഞ 3 സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാളയും ചേർത്തിട്ട് നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റണം. വെറുതെ എണ്ണ തെളിഞ്ഞാൽ മാത്രം പോരാ, നന്നായിട്ട് നല്ല ബ്രൗൺ നിറത്തിൽ തന്നെ ഈ സവാളയും വഴറ്റണം. ബ്രൗൺ നിറമായി കഴിയുമ്പോൾ ഇതിലേക്ക് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂണ്, 3-4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതിൻ്റെയും പച്ചമണം നന്നായിട്ടൊന്ന് മാറിക്കിട്ടണം. ഇനി വേണം ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാൻ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, പെരിഞ്ജീരകമല്ല നല്ല ജീരകം പൊടിച്ചത്, അതുകൂടി ചേർത്ത് പച്ചമണം മാറുമ്പോൾ ഒരു ചെറിയ തക്കാളി മതി, അല്ലെങ്കിൽ ഒരുപാട് പുളിയായി പോകും. തക്കാളി നീളത്തിലരിഞ്ഞതും ചേർക്കാം. ഒരു 1/4 കപ്പ് തൈരും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റാം. പുളി അധികമില്ലാത്ത തൈരാണെങ്കിൽ 1/2 കപ്പ് വരെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. അത് പുളിക്ക് അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, തക്കാളിയും തൈരും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് യോജിച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് തിളച്ച വെള്ളം ഒരു 2 കപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് തിള വന്ന് തുടങ്ങുമ്പം ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. അത് രണ്ടും ഞാൻ 2 ടേബിൾ സ്പൂൺ വീതം ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് ഉപ്പ് ഞാനിപ്പോൾ ചേർക്കുന്നില്ല, കാരണം ഇടിച്ചക്ക നമ്മൾ ഉപ്പ് ചേർത്താണല്ലോ മാറിനേറ്റ് ചെയ്തത്. അപ്പോൾ ഇടിച്ചക്ക ഇട്ടിട്ട് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. അപ്പോൾ ചക്ക ഇട്ട് കൊടുത്തു. അതുപോലെ ഒരു കാര്യം ഇനി ശ്രദ്ധിക്കേണ്ടത്, ഓരോ ചക്കയ്ക്കും ഓരോ വേവായിരിക്കും. അപ്പം വേവ് കൂടുതലുള്ള ചക്കയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഷർ കുക്കറിൽ വേവിക്കാം. വേവ് കുറഞ്ഞ ചക്കയാണെങ്കിൽ ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെന്തോന്നൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഞാനെടുത്ത ഈ ചക്ക വേവാൻ വേണ്ടിയിട്ട് ഒരു 1/2 മണിക്കൂർ എനിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ തീ ചെറുതാക്കിയിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. അതുപോലെ വെള്ളം വറ്റുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. വെള്ളം തികയുന്നില്ല എന്നുണ്ടെങ്കിൽ
വേണമെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഒരല്പം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇനി ഈ ചക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരി വേവിച്ചെടുക്കാം. വെള്ളം തിളപ്പിക്കാം. അതിലേക്കൊരു 4 ഏലക്ക, 4 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ഷാഹി ജീരയാണ്, ബിരിയാണി ജീരകം എന്ന് പറയും, അതിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതിനെ ഒന്ന് യോജിപ്പിക്കാം. അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോൾ നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ച അരിയും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തീ കൂട്ടി വെച്ച് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. അരി ഒരുപാട് അങ്ങ് വേവണ്ട, ഒരു 1/4 ഭാഗം, ഒരു 80%, 75 to 80% വെന്താൽ മതി. അപ്പോൾ ദേ നമ്മുടെ അരിയും കറക്റ്റായി. അരി അങ്ങ് മാറ്റി വെക്കാം. വെള്ളം ഊറ്റി കളഞ്ഞിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ദേ നമ്മുടെ ഇടിച്ചക്ക മസാല, ഇടിച്ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. കറക്റ്റ് നമ്മളൊരു നോൺ വെജ്, ഒരു ഇറച്ചിയൊക്കെ വേവിക്കുന്ന ആ ഒരു ടെക്സ്ചർ തന്നെയാണ് ഇത് കിട്ടുക. ഇതിനൊക്കെ ഇനി ഒരു 10-15 കാഷ്യൂ നട്ട്സ് ഞാൻ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് അരച്ച് ചേർക്കുന്നുണ്ട്. അതുകൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ ബിരിയാണിക്ക്. അപ്പം അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇപ്പം വെള്ളമൊക്കെ വറ്റി കാഷ്യൂ പേസ്റ്റൊക്കെ ഇതിലേക്ക് നന്നായിട്ട് യോജിച്ച് വന്നു. ഇനി തീ നന്നായിട്ട് കുറച്ചിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചോറ് ഇതിന് മുകളിലേക്ക് നിരത്തി കൊടുക്കാം. നിങ്ങൾ വേറെ പാത്രത്തിലാണ് ദമ്മിടുന്നതെന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മസാല മാറ്റി അതിലേക്ക് വലിയ പാത്രം വേണമെങ്കിൽ അങ്ങനെ അരി ഇട്ടാലും മതി. ഇനി നമ്മൾ കുങ്കുമപ്പൂവും പാലിൽ കുതിർത്തത് ഒഴിച്ചു കൊടുത്തു. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ വിതറി കൊടുത്തു. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരിയും സവാളയും കൂടി അതിന് മുകളിലേക്ക് വിതറി കൊടുത്തു. ഇനി ഏറ്റവും ഒടുവിലായിട്ട് ഉരുക്കിയ നെയ്യ് 1 ടേബിൾ സ്പൂൺ, 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നെയ്യ് കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിനെ അങ്ങ് അടയ്ക്കാം. ഈ ബിരിയാണി ദം ചെയ്ത് നമുക്ക് എടുക്കാം. ദം ചെയ്യാനാണെങ്കിൽ ഒരല്പം മൈദ കുഴച്ച് മാറ്റി വെക്കണം, മൈദയോ ഗോതമ്പൊടി. എന്നിട്ടൊരു ടൈറ്റ് അടപ്പ് വെച്ചിട്ട് ഇതിനെ അടച്ചിട്ട് ചുറ്റിനും ഒന്ന് മൈദ കുഴച്ച് വെച്ചാൽ മതി. ഞാൻ പക്ഷേ ചെയ്യുന്നില്ല. ഞാൻ അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒരു 10-15 മിനിറ്റ് വെച്ചതേ ഉള്ളൂ. അപ്പോഴും നല്ല മണം, നല്ല ഫ്ലേവറും നന്നായിട്ട് തന്നെ വരും ഈ ബിരിയാണി. അപ്പം നമ്മുടെ ബിരിയാണി റെഡിയായി. ഇനി കഴിച്ചാൽ മാത്രം മതി. നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന തൈര് ചേർത്ത സലാഡും അതുപോലെ മല്ലിയിലയും പുതിനയിലയും ചേർത്ത് തയ്യാറാക്കുന്ന ബിരിയാണി ചട്നിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂട്ടി കഴിക്കാം.